CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ ചത്തകോഴികളെ സൂക്ഷിച്ച ഇറച്ചിക്കടയ്ക്ക് 25,000 രൂപ പിഴ ഈടാക്കാൻ നഗരസഭ നോട്ടീസ് നൽകി. തമ്പുരാൻപടിയിലെ ഹലാൽ മീറ്റ് സെന്ററിനാണ് നഗരസഭ നോട്ടീസ് നൽകിയത്. ചാവക്കാട് മണത്തലയിൽ ഇരുമ്പ് പൈപ്പുകൾ കയറ്റി വന്ന ലോറി മറിഞ്ഞപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതി ഭരണത്തിനെതിരെ UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിന് തുടക്കമായി. 28ാം പാലയൂർ മഹാതീർത്ഥാടനത്തിനോടനുബന്ധിച്ച് 5 ദിവസങ്ങളായി നടന്നുവന്നിരുന്ന 26ാം ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു. ജപമാലയോടുകൂടി ആരംഭിച്ച് വിശുദ്ധ കുർബാനയ്ക്കു ശേഷം തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് സമാപന സന്ദേശം നൽകി. ആറ്റുപുറം പള്ളി സ്കൂൾ റോഡ് സ്വകാര്യ വ്യക്തി കയ്യേറി മതിൽ കെട്ടാൻ ശ്രമമെന്ന് ആക്ഷേപം. നിർമ്മാണ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. തർക്കത്തെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി. കുന്നംകുളം നഗരസഭ 14ാം വാർഡ് ഗാന്ധിനഗർ പുലരി അംഗനവാടിയുടെ വാർഷികാഘോഷവും രക്ഷാകർതൃയോഗവും സമ്മാനദാനവും നടന്നു. കടവല്ലൂരിലെയും ചാലിശ്ശേരിയിലെയും നെൽകർഷകരുടെ സ്വപ്ന പദ്ധതിയായ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം പദ്ധതി തുടങ്ങുന്നതിന്റെ മുന്നോടിയായി കർഷകരുടെ യോഗം ചേർന്നു. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ 45ാമത് ജനകീയ ഫുട്ബോൾ മേളയ്ക്ക് ഞായറാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. കുന്നംകുളം അപ്പോസ്തലിക് ചർച്ച് ഓഫ് ഗോഡ് അയ്യമ്പറമ്പ് ഹോരേബ് സഭയുടെ ഏകദിന വാർഷിക കൺവെൻഷൻ ഞായറാഴ്ച നടക്കും. പൊന്നീർകുളം അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പഴയ കെട്ടിടം സംരക്ഷിത സ്മാരകമാക്കി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. 130 വർഷം പഴക്കമുള്ള പഴയ ഓഫീസ് 1 വർഷമായി അടഞ്ഞുകിടക്കുന്നതിനാൽ നാശത്തിന്റെ വക്കിലാണ്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി പ്രൊഫിൻസ് കുന്നംകുളം CMA ക്യാമ്പസിന്റെ നേതൃത്വത്തിൽ പ്രോകൊമേഴ്സ് സമ്മിറ്റ് 2025 എന്ന പേരിൽ മെഗാ എഡ്യൂക്കേഷൻ സെമിനാർ സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച മാലിന്യമുക്ത പഞ്ചായത്തായി എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. വടക്കേക്കാട് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച റെസിഡൻസ് അസോസിയേഷനായി 16ാം വാർഡ് തിരുവളഞ്ഞൂരിൽ പ്രവർത്തിക്കുന്ന മന്ദാരം റെസിഡൻസ് അസോസിയേഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. നടൻ രവികുമാർ അന്തരിച്ചു. 70കളിലും 80കളിലും മലയാള സിനിമയിലെ ശ്രദ്ധേയ നായകതാരമായിരുന്നു. 71 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച നടക്കും. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ചൊവ്വന്നൂർ പാടം മുതൽ പന്നിത്തടം വരെയുള്ള ടാറിംഗ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച മുതൽ വാഹനഗതാഗതം നിയന്ത്രിക്കും. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി സ്ഥിരമംഗം കോഴിക്കോട് സാമൂതിരി KC ഉണ്ണിയനുജൻ രാജ തീപ്പെട്ടു. 100 വയസ്സായിരുന്നു. ജന്മഗൃഹമായ കോട്ടക്കൽ കിഴക്കേകോവിലകം ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ഏകദിന സുവിശേഷ യോഗം ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.